ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ നോർത്തേൺ അയർലൻഡ് വ്ളോഗിൻ്റെ 3rd എപ്പിസോഡാണ്. നമ്മളിന്ന് അടുത്തൊരു ലൊക്കേഷനിലോട്ട് പോവാണ്. ആക്ച്വലി ഇതും ഒരു ഗെയിം ഓഫ് ത്രോൺസ് ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ്. ഈ ഒരു സ്പോട്ടിൻ്റെ പേര് വന്നിട്ട് ദ ഡാർക്ക് ഹെഡ്ജസ് എന്നാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും കടലും ഒരുപാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സീനിക് വ്യൂയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നോർത്തേൺ അയർലൻഡിൽ ഈ ഗെയിം ഓഫ് ത്രോൺസ് ഷൂട്ട് ചെയ്ത ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. എല്ലാം അടുത്തടുത്താണ്. നമ്മൾ ഒരുപാട് ദൂരെ ട്രാവൽ ചെയ്തിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം 10 minutes 15 minutes അല്ലെങ്കിൽ മാക്സിമം ഹാഫ് ആൻ അവർ ആ ഒരു ഇതിനുള്ളിലാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി, നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മളങ്ങനെ ഡാർക്ക് ഹെഡ്ജസിൻ്റെ മെയിൻ പോയിന്റിലോട്ട് നടക്കാൻ പോവാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മഴയും കാറ്റും തണുത്ത കാലാവസ്ഥയായിരുന്നു. നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണിപ്പോൾ. ആക്ച്വലി ഇതൊരു എസ്റ്റേറ്റ് ആണ്. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ഗ്രേസ് ഹിൽ എന്ന് പറയുന്ന പാലസ് ആണോ എന്താണെന്ന് അറിയില്ല, ഒരു വലിയൊരു ബംഗ്ലാവ് ഉണ്ട്. ആ ഒരു ഗ്രേസ് ഹില്ലിലോട്ട് വരുന്ന ഒരു വഴിയിലാണ് ഈ ഡാർക്ക് ഹെഡ്ജസ് ഉള്ളത്. ഈ ഡാർക്ക് ഹെഡ്ജസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഒരുപാട് മരങ്ങൾ ഇടതൂർന്ന് ഒരു കവാടം പോലെ ഫോം ആയിട്ടുള്ളതാണ് ഈ ഡാർക്ക് ഹെഡ്ജസ്. അപ്പോൾ ഈ ഒരു റോഡിലാണ് കിങ്സ് റോഡ് എന്ന് പറഞ്ഞിട്ട് ഗെയിം ഓഫ് ത്രോൺസിൽ കുറച്ച് സീനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ദൂരെ നിന്ന് കാണാൻ പറ്റും. അതായത് റോഡിൻ്റെ 2 സൈഡിലും ഒരു കവാടം പോലെ ഈ മരം ഇങ്ങനെ ആർച്ച് ഷേപ്പിൽ വന്ന് നിൽക്കുകയാണ്. സോ അതാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ശരിക്കും ഈ ഒരു ഗ്രേസ് ഹിൽ ബംഗ്ലാവ് പണിതത് ജെയിംസ് സ്റ്റുവർട്ട് എന്ന് പറയുന്ന ഒരു രാജാവാണ്. ആ രാജാവ് പുള്ളിയുടെ വൈഫിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പണിത ഒരു ബംഗ്ലാവായിരുന്നു ഈ ഗ്രേസ് ഹിൽ എന്ന് പറയുന്നത്. സോ അവിടേക്ക് ആൾക്കാർ വരുമ്പോൾ അവരുടെ ഒരു എൻട്രൻസ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി റോഡിൻ്റെ 2 സൈഡിലും അറൗണ്ട് 150 ബീച്ചസ് ട്രീ ആണ് നട്ടിട്ടുള്ളത്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഈ മരത്തിലൊന്നും ഒരു ഇല പോലും കാണാനില്ല. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രാഞ്ചസിൻ്റെ ഭംഗിയൊക്കെ വളരെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. വളഞ്ഞും പൊളഞ്ഞും പല പല ഷേപ്പുകളിലായിട്ട് പോകുന്ന ബ്രാഞ്ചസ്. സോ അതിൻ്റെ നടുവിലൂടെ ഒരു റോഡ്. പിന്നെ ഇങ്ങനെ അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കുഞ്ഞു കിളിയെ കണ്ടു. പിന്നെ അതിനെ കുറച്ച് നേരം വീഡിയോ എടുത്തു. കുറച്ച് നേരം ആശ എനിക്ക് പോസ് ചെയ്ത് തന്നു, പിന്നെ പറന്നുപോയി. ഈ ഡാർക്ക് ഹെഡ്ജസിന് പിന്നെ വേറൊരു സ്റ്റോറിയും കൂടി ഉണ്ട്. അത് അത്യാവശ്യം പേടിപ്പെടുത്തുന്നൊരു സ്റ്റോറിയാണ്. വേറൊന്നുമല്ല, ഒരു ഗോസ്റ്റ് സ്റ്റോറിയാണ്. അതായത് ഈ ഡാർക്ക് ഹെഡ്ജസിലൂടെ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ ഒരു ഗ്രേ ലേഡി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ രൂപം കണ്ട് പേടിച്ചിട്ട് ഉള്ളതായിട്ട് ചില കഥകൾ ഉണ്ട്. അതായത് ഈ ഗ്രേ ലേഡി ഈ മരങ്ങൾക്കിടയിലൂടെ ആൾക്കാരുടെ വണ്ടിയുടെ മുന്നിൽ പെട്ടെന്ന് ചാടി വീഴുക, ആൾക്കാരെ പേടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്റ്റോറികളുണ്ട്. ഈ ഗ്രേ ലേഡി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് അത് ഈ ജെയിംസ് സ്റ്റുവർട്ടിൻ്റെ മകളാണെന്ന്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ഗ്രേസ് ഹില്ലിൽ ഉണ്ടായിരുന്ന ഒരു മെയ്ഡാണെന്നും പറയപ്പെടുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കും കൂടെ ഈ ഡാർക്ക് ഹെഡ്ജസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അവർ നട്ട സമയത്ത് 150ഓളം ട്രീകളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേയൊക്കെ പോയി. ഇപ്പോൾ അവിടെ ഏകദേശം 90 ട്രീസ് എന്തോ ബാക്കിയുള്ളതായിട്ടുള്ളൂ. ഗെയിം ഓഫ് ത്രോൺസ് ഷൂട്ട് ചെയ്ത ആ സീനിൻ്റെ ഒരു ചിത്രമാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചത്. യെസ് ഗായ്സ്, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡാർക്ക് ഹെഡ്ജസിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ അടുത്ത ലൊക്കേഷനിലോട്ട് പോയി. ഹായ്, അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇപ്പോൾ നമ്മളുള്ളത് ഡൺലൂസിൽ കാസിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാൻ പറ്റും കാസിൽ. ആക്ച്വലി കാസിൽ കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള കാസിലാണ് നമുക്കിവിടെ ബാക്കിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇത് വന്നിട്ട്
16th സെഞ്ച്വറിയിൽ പണിത ഒരു കാസിലാണ്. ഇത് കടലിനോട് ചേർന്ന് ഒരു മലയ്ക്ക് മുകളിലാണ് ഈ കാസിൽ പണിതിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഈ കാസിലിൻ്റെ ഒരറ്റത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് നോക്കിയാണ് കടലാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു പോർഷൻ കിച്ചണും ചില ഭാഗങ്ങളും കടലിലേക്ക് തകർന്ന് വീണിട്ടുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നോർത്തേൺ അയർലൻഡ് ട്രാവൽ വ്ളോഗിൻ്റെ എപ്പിസോഡ്സ് ഇവിടെ തീരാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ.